ബ്രദറെ, നടക്കുവാൻ കഴിയാതിരുന്നിടത്ത് കർത്താവ് നടക്കുമാറാക്കിയ കർത്താവിന്റെ വലിയ സ്നേഹത്തെയാണ് ഈ സിസ്റ്റർ സാക്ഷ്യപ്പെടുത്തുന്നത്. നടക്കാൻ പറ്റാതെ വന്നയാള്. സിസ്റ്ററിന്റെ പേര് സുധ എന്നാണ്. വർക്കല എന്ന സ്ഥലത്ത് നിന്നാണ് വരുന്നത്. 1 മാസമായി വലത് കാൽമുട്ടിൽ നീരും വേദനയുമായിരുന്നു. സിസ്റ്റർ ഹോസ്പിറ്റലിൽ പോയി 2 എക്സ്റേ എടുത്തു. 2 പ്രാവശ്യവും ഡോക്ടേഴ്സ് പറഞ്ഞത് മുട്ടിന് തേയ്മാനമാണ്, മെഡിസിൻ ഉപയോഗിക്കണമെന്ന് പറഞ്ഞു. എന്നാൽ വേദനയ്ക്ക് അല്പം പോലും ശമനം ഉണ്ടായിരുന്നില്ല. വീട്ടിൽ നടന്നിരുന്നത് കസേര മുന്നിലിട്ട് ആ കസേര നീക്കിയാണ് നടന്നുകൊണ്ടിരുന്നത്. ഇതാരെങ്കിലും കണ്ടിട്ടുണ്ടോ വീട്ടിൽ നടക്കുന്ന വിധം? വീട്ടിൽ ആരുമില്ല. എന്റെ ദൈവമേ, എന്നിട്ടാണ് ഈ സ്ഥിതി. ഓക്കെ, പറ. എന്നാൽ പോലും വലിയ വേദനയായിരുന്നു. സിസ്റ്റർ പറയുന്നത് പലപ്പോഴും നിലവിളിക്കുമായിരുന്നു. ഉറങ്ങുവാൻ കിടക്കുമ്പോൾ കാല് വെച്ച അവസ്ഥയിൽ നിന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ തിരിക്കുവാൻ കഴിയുമായിരുന്നില്ല. കഠിനമായ വേദനയായിരുന്നു. എന്നാൽ 2 ആഴ്ച മുൻപ് ചർച്ചിൽ വന്ന് പ്രാർത്ഥിച്ചു. യേശു തൊട്ടു. അപ്പോൾ സിസ്റ്ററിന്റെ വേദന മാറിപ്പോയി. എന്നാൽ വീട്ടിൽ പോയിട്ട് സിസ്റ്ററിന് വീണ്ടും സംശയമുണ്ടായി. ഈ വേദന പൂർണ്ണമായും മാറിപ്പോകുമെന്ന് സംശയമുണ്ടായി. കൂടാതെ കാലിലൊരു പിടുത്തം അനുഭവപ്പെട്ടു. കഴിഞ്ഞ ആഴ്ച വീണ്ടും വന്ന് പ്രാർത്ഥിച്ചു. ആ പിടുത്തം പൂർണ്ണമായി മാറിപ്പോയി. സിസ്റ്റർ സാക്ഷ്യപ്പെടുത്തുന്നത് സംശയിച്ച് നിൽക്കുമ്പോൾ ബ്രദർ വിരട്ടി. അപ്പോൾ തന്നെ തന്റെ വേദന പൂർണ്ണമായി മാറിപ്പോയി എന്നാണ്. ഈ ചേച്ചി എന്നെ ഒരു പാഠം പഠിപ്പിച്ച ചേച്ചിയായിട്ട്. ഞാൻ ചേച്ചിയോട് പ്രാർത്ഥിച്ചു. എന്നിട്ട് ഞാൻ ചേച്ചിയോട് നടക്കാൻ പറഞ്ഞു. പുള്ളി പറഞ്ഞു നടക്കാൻ പാടില്ല. ഞാൻ കാല് മടക്കാൻ പറഞ്ഞു. പുള്ളി പറഞ്ഞു കാല് മടക്കാൻ എനിക്ക് ഒക്കത്തില്ല. അപ്പൊ ഞാൻ ചോദിച്ചു സിസ്റ്റർ എന്തിനാ പ്രാർത്ഥിക്കാൻ വന്നേ? കാല് മടക്കാൻ വേണ്ടിയാ. കാല് മടക്ക്. അതെനിക്ക് പറ്റത്തില്ല. ഞാൻ പറഞ്ഞു മര്യാദയ്ക്ക് ഇരിക്കുക ചോദിച്ചു എന്ന് പറഞ്ഞു. ആ വീഡിയോ കാണുന്ന എന്നെ പ്രതീക്ഷ. അതോടെ ചോദിച്ചെങ്കിൽ ഇരുന്ന് കേട്ടോ. അതോടെ സൗഖ്യമായി. ഈ അമ്മയുടെ മുട്ടിലേക്ക് ഒന്ന് കൈവച്ചേ. വാ, അമ്മയ്ക്ക് മുടന്തു പോവും. നടക്കാൻ വയ്യ. നടന്നേ കാണട്ടെ. ഇങ്ങനെ പറ്റത്തുള്ളൂ. ഒരു കസേര എടുത്ത് നമുക്ക് അമ്മയ്ക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാം. ഇപ്പം അമ്മയ്ക്ക് നടക്കാൻ പറ്റത്തില്ല, ജോലിയും പോയി. ഇത് കാരണം നിങ്ങളെ കാര്യങ്ങളൊന്ന് ഉയർത്തിച്ച് അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ച കർത്താവേ, യേശുവിൻ്റെ നാമത്താലുള്ള സൗഖ്യം നിൻ്റെ മകൾക്കുണ്ടാകട്ടെ. അപ്പോൾ കണ്ണട ചെയ്യമേ. യേശുവിൻ്റെ നാമത്താലുള്ള സൗഖ്യം ഉണ്ടാകട്ടെ. അമ്മയ്ക്ക് അമ്മയുടെ ഹാർട്ടിൻ്റെ ഫങ്ഷനൊക്കെ പരിശോധിച്ചിട്ടുണ്ടോ? കൊളസ്ട്രോൾ ഉണ്ടോ എന്ന് വല്ലതും നോക്കിയിട്ടുണ്ടോ? നോക്കിയിട്ടില്ല. ഇടയ്ക്കിടയ്ക്ക് പ്രഷറിന് വ്യത്യാസമുള്ളത് വല്ലതും അറിയാവോ? വരും. അപ്പോഴല്ലേ തല കറങ്ങുന്നേ. പിന്നെ പരിശോധനയ്ക്കൊന്നും പോയിട്ടില്ല. മോളെ, അമ്മയ്ക്ക് നല്ല പ്രഷർ വ്യത്യാസമുണ്ട്. അമ്മ അത് കണക്കാക്കാതെ പോവുക. അതുകൊണ്ട് അമ്മയ്ക്ക് ഒരു സൈഡ് ചിലപ്പോൾ പെരുക്കും, തളർച്ച പോലെ വരും. അങ്ങനെ ഉണ്ട്. പിന്നെ അമ്മ മൈൻഡ് ചെയ്യത്തില്ല. ഞാനൊന്നും കൂടെ പ്രാർത്ഥിക്കുക. നിങ്ങളുടെ കാര്യം ഉയർത്തിക്കേ. യേശുവിൻ്റെ നാമത്തിൽ ഈ മുട്ട് സൗഖ്യമാവട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഈ മുട്ട് സൗഖ്യമാവട്ടെ. ഞാൻ അവിടെ ഇരുന്നുകൊണ്ട് കാല് പൊക്കും താഴ്ത്തുകയും ചെയ്തേ. അമ്മ എന്തിനാ അങ്ങോട്ട് വന്നേ? പ്രാർത്ഥിക്കാം. അപ്പം ഇനി എന്താ ചെയ്യേണ്ടത്? ഞാൻ പ്രാർത്ഥിച്ചു. ഇനി ചെയ്തു നോക്കുക വേദനയുണ്ടോന്ന്. അങ്ങനെയല്ല പറഞ്ഞ്. ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ എന്തിനാ? സുഖാവൻ. അപ്പം അമ്മയോട് ഞാൻ പ്രാർത്ഥിച്ചിട്ട് കാലനക്കാൻ പറഞ്ഞിട്ട് അമ്മ പറ്റത്തില്ലെന്ന് പറയുന്നത് എന്തിനാ? അങ്ങനെയാണെങ്കിൽ വിശ്വാസം ഉണ്ടോ? എൻ്റെ അർത്ഥം വിശ്വാസം ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞാൽ കേൾക്കത്തില്ലേ? അമ്മ കാലനയ്ക്ക് നോക്ക്. പൊത്തും താഴ്ത്തും ചെയ്യേ. മടക്ക്. ഇനി എഴുന്നേക്ക്. ആരും സഹായിക്കാൻ വരത്തില്ല. തന്നെ എഴുന്നേക്ക്. ഇനി നടക്ക്. ഇവരിങ്ങനെയാണോ നടന്നേ? നിങ്ങളെന്തൊന്നും മിണ്ടാത്തെ? ഞാനെന്താ ചെയ്തു? ഒന്ന് കൈയടിച്ച് കർത്താവിനെ സ്തുതിച്ച് നടന്നേ. അതുവരെ പോയിട്ട് തിരിച്ചു പോവാ. കാണട്ടെ. അത്രേ ഉള്ളൂ. ഇത് തിരിച്ചൊന്ന് നടന്നേ. ഇതുവരെ ഒന്ന് ഓടിക്ക്. ഞാൻ കാണട്ടെ. അത്രേ ഉള്ളൂ. തിരിച്ചോടിക്കേ. ഇതിനാണ് അയ്യോ ആവോ എനിക്ക് വയ്യേ തൊടല്ലേ എന്നൊക്കെ പറഞ്ഞിട്ടിരുന്നേ. ഒരു നല്ല ആമയും പറഞ്ഞേ. നമ്മുടെ കർത്താവിനാൽ കഴിയാത്തതൊന്നുമില്ല. ഈ അമ്മ നടന്ന് നിങ്ങൾ കണ്ടല്ലോ അല്ലേ? നമ്മൾ ഒരു അത്ഭുതം കാണാനാണ് വന്നിട്ടുള്ളതെങ്കിലേ നിങ്ങൾ വിശ്വാസത്തെ പ്രായോഗികമായി കൊണ്ടുവരണം. വിശ്വസിക്കുന്നയാൾ അത് ചെയ്തു നോക്കണം. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞേ. വിശ്വസിക്കുന്നയാൾ അത് വിശ്വാസം പ്രവൃത്തി കൂടാത്തതാണ് എങ്കിൽ അത് ചത്തതാണ്, പ്രയോജനമില്ല.
പ്രവൃത്തിയിലേക്ക് വരുമ്പോഴാണ് അത് അത്ഭുതമാകുന്നത്. ഒന്ന് കൈയടിച്ചൊരു ആമേൻ പറഞ്ഞേ. താങ്ക് യു വെരി മച്ച്. സന്തോഷമായിട്ട് പോയത്.